ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിച്ചത്, നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാന്യനായ സ്പീക്കറുടെ ഭാഗത്തു നിന്നും വളരെ തെറ്റായ ഒരു സമീപനമാണ് ഉണ്ടായത്. ഇതിന് മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ നിലപാടിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ആശാവർക്കർമാരെ താരതമ്യപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്നത് പോലുള്ള ജോലിയും അസൈൻമെൻറ്റും മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. 12 മണിക്കൂറും 14 മണിക്കൂറുമാണ് അവർ ജോലി ചെയ്യുന്നത്. ഞാൻ നിയമസഭയിൽ അവർ ചെയ്യുന്ന ജോലി ഭാരത്തെക്കുറിച്ച് വിശദമായി ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ടായി. എന്നിട്ടും അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ മിനിമം കൂലി ആയിട്ട് വർദ്ധിപ്പിക്കും, 700 രൂപയായിട്ട് ഇത് വർദ്ധിപ്പിക്കും എന്നുള്ളൊരു വാഗ്ദാനമുണ്ട്. എന്നിട്ട് പോലും അവരതിനോട് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ പാർലമെൻറ്റിൽ നമ്മുടെ എം പിമാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി സിക്കിമിൽ 10,000 രൂപയുണ്ട്, ആന്ധ്രയിൽ 10,000 രൂപയുണ്ട്, അതുപോലെ കർണാടകത്തിൽ മുഖ്യമന്ത്രി അവർ സമരം നടത്തിയപ്പോൾ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് 10,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കുകയും ഹെൽത്ത് കമ്മീഷണറെ വിട്ട് അവർ സമരം ചെയ്തിരുന്ന പാർക്കിൽ പോയി ഹെൽത്ത് കമ്മീഷണർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ഇവരുടെ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടി അവർക്ക് നൽകുന്ന കാര്യം ആലോചിക്കാം എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത്, കൂടുതൽ ജോലി സമയമുള്ളത്, രാത്രി വീട്ടിൽ ചെന്നാൽ പോലും അവർക്ക് വിശ്രമമില്ലാത്ത തരത്തിൽ ജോലി ചെയ്യുകയാണ്. 10 കൊല്ലം മുമ്പ് ഇപ്പോൾ ഈ സമരത്തെ തള്ളിപ്പറയുന്ന CITU നേതാവ് എളമരംകരിയും തന്നെ ഈ നിയമസഭയിൽ 10 വർഷം മുമ്പ് 2014 ഇവരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1 രൂപ പോലും ഇവർക്ക് ഓണറേറിയം കൊടുത്തില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള പല തീരുമാനങ്ങൾ എടുത്തത്. അന്ന് അത്രയും ജോലി ഉണ്ടായിരുന്നില്ല, ഒരു വോളണ്ടിയർ ജോലി മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ കഴിയുകയും 1-2 മണിക്കൂർ മാത്രം ഇതിന് ചെയ്താൽ മതി. ഇപ്പം അതല്ല, 8 മണിക്കൂർ ജോലി പോരാ, 12 മണിക്കൂർ ജോലി പോരാ എന്നുള്ള തരത്തിൽ ഇവരുടെ ജോലി ഭാരം ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുന്നു. ഒരു കാലത്തും കാണാത്ത തരത്തിൽ ഗവൺമെൻറ്റും മന്ത്രിമാരും CPM നേതാക്കളും ഈ സമരം ചെയ്ത സ്ത്രീകളെ അപമാനിക്കുകയാണ്. അവർ പാട്ടപ്പിരിവുകാരാണെന്ന് പറയുന്നു, അവർ സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളാണ്, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരിക്കുന്ന ഈ സ്ത്രീകളെന്ന് പറയുന്നു. ഇന്നലെ എറണാകുളത്തൊരു CITU നേതാവ് വളരെ അധിക്ഷേപകരമായ രീതിയിൽ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. കൊട കൊടുത്തതിൻ്റെ കൂടെ ഉമ്മ കൊടുത്താന്നാണ് ചോദിച്ചത് സുരേഷ് ഗോപി. എന്നോട് ഇതേ ചോദ്യം നിങ്ങൾ ചോദിച്ചിരുന്നു, സുരേഷ് ഗോപി അവിടെ പോയതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. ഞാനതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അവിടെ പോയി അവരുടെ കഷ്ടപ്പാട് കണ്ട് കൂടുതൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഡൽഹിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ കഴിയട്ടെ എന്നാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ആളുകൾ സമരം ചെയ്യുമ്പോൾ പോകുന്നതിന് എന്താ തെറ്റ്? SUCI ചെയ്യുന്ന സമരം ഞങ്ങൾ അസംബ്ലി കൊണ്ടുവന്നതിനാണ് ആരോഗ്യമന്ത്രിക്ക് വിഷമം. ഈ CITU നേതാവ് ഈ സ്ത്രീകളെ അപമാനിച്ചതിൽ ഒരു സ്ത്രീ കൂടിയായ ആരോഗ്യമന്ത്രിക്ക് ഒരു വിഷമവും ഇല്ല, ഒരു പ്രതിഷേധവും ഇല്ല. വീണ്ടും അവർ ഈ സമരം ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇരിക്കുന്നത്. ഇന്ന് വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ ഇടയിൽ സ്പീക്കർ വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ സമയത്ത് മാത്രമല്ല, രാവിലെ ശ്രീ മാത്യു കുഴൽനാടൻ ചോദ്യം ചോദിച്ച സമയത്ത് മുതൽ UDF അംഗങ്ങൾ ചോദ്യം ചോദിക്കുന്നതിൽ നിരന്തരമായി സ്പീക്കർ ഇടപെടുകയും അവരെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. വളരെ മോശമായിട്ടുള്ള 20 സെക്കൻഡ് ആകുന്നതിന് മുമ്പ് ചോദ്യം ചോദിക്കുന്നതിൽ UDF അംഗങ്ങളെ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ 9 മിനിറ്റ് ആയപ്പോൾ എന്നോട് മൈക്ക് ഓഫ് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. വളരെ മോശമായ രീതിയിലാണ്. ഇതാണ് സ്പീക്കർ ഒരിക്കലും ഒരു സ്പീക്കറും ആ കസേരയിലിരുന്ന ഒരു സ്പീക്കറും ചെയ്യാത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ ഒരു കിങ്കറിനെ പോലെ സ്പീക്കർ ആ ചെയറിൻ്റെ ആ പദവിയെ നിസ്സാരമാക്കിക്കൊണ്ട് ആ പദവിയുടെ ഗൗരവം കളഞ്ഞുകൊണ്ടാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഭരണകക്ഷി MLA ചെയ്യുന്നത് പോലെ, ബാക്ക് ബെഞ്ചിൽ നിന്നൊരു MLA ബഹളമുണ്ടാക്കുന്നത് പോലെ, തടസ്സപ്പെടുത്തുന്നത് പോലെയാണ്
വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വലിയ കസേരയിലിരിക്കുന്ന ഈ സ്പീക്കർ പെരുമാറുന്നത്. ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത് എത്ര മിനിറ്റാണ്? 59 മിനിറ്റാണ് മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞത്, അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത്. ഇനി മുതൽ മുഖ്യമന്ത്രിക്കടക്കമുള്ള മന്ത്രിമാർക്കടക്കമുള്ള സമയം, ആ സമയത്തിൻ്റെ നിന്ന് 1 മിനിറ്റ് അവർ കൂടുതൽ സംസാരിച്ചാൽ ഞങ്ങളത് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം കൂടി ഞങ്ങൾ എടുക്കുകയാണ്. ഈ 2 മണിക്കൂർ 40 മിനിറ്റ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ട് അവിടെ ക്ഷമയോടുകൂടി ഇരുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. എന്നിട്ട് 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വോക്കൗട്ട് പ്രസംഗം ശ്രീ അച്യുതാനന്ദനോട് 36 മിനിറ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും, ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ, ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം സംസാരിക്കുന്ന വാക്കൗട്ട് പ്രസംഗം നടത്തുന്ന പ്രതിപക്ഷ നേതാവാണ് ഞാൻ. എന്നിട്ട് പോലും എൻ്റെ പ്രസംഗം ഭരണകക്ഷി അംഗങ്ങൾ, മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ തടസ്സപ്പെടുത്തുകയാണ് നിരന്തരമായി. അതിൻ്റെ കൂടെ ഇന്ന് സ്പീക്കർ കൂടി ചേരുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ആ കസേരയോട് നീതി പുലർത്തുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി, പ്രയാസത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ഇവിടെ ഈ ഗവൺമെൻറ് എന്തോ ഒരു ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ തലതിരിഞ്ഞ നയമായിട്ടാണ് പോകുന്നത്. ആശാ വർക്കർമാരുടെ കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ്. ആശാ വർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ്. അവരെടുക്കുന്ന ജോലി, അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമവും അത് ശടിക്കാതെ, അവരുടെ സ്വന്തം കാര്യം നോക്കാതെ, അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്ക് ആ പദവി കൊടുക്കുകയും റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്ത ആ കാലം അതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സമീപനം തന്നെ അതിൽ വളരെ സുവിദിതമായിരുന്നു. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത ആശാ വർക്കർമാർക്ക് ഇന്ന് ഇവർ കൊടുത്തത് അവരെ പിരിവാരാക്കി. എന്നിട്ട് ആരോഗ്യമന്ത്രി ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അവിടെ പറഞ്ഞ് അതിന് ആരവവും കയ്യടിയും ഒക്കെ ആയിട്ട് അസംബ്ലി അങ്ങനെ ആഘോഷിക്കുകയാണ്. ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ കാര്യത്തിലാണ് ഇത് എന്ന് അറിയാതെ, അതിനെപ്പറ്റി ഒരു മൈൻഡും ഇല്ലാതെ. അപ്പോൾ ഇത് വാസ്തവത്തിൽ എന്നിട്ട് പറയാം കർണാടകയിൽ എന്താണെന്ന് സചിത്രം പ്രതിപക്ഷ നേതാവ് പൊക്കി കാണിച്ചു. കാരണം എന്താ, അവിടെ പാർക്ക് പോയി അനൗൺസ് ചെയ്ത അവർ വളരെ സന്തോഷത്തോടു കൂടി കൈയടിക്കുന്ന ചിത്രമാണ് ആ പത്രത്തിൽ. അപ്പോൾ ഈ സമീപനം ഒരു തലതിരിഞ്ഞ സമീപനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇന്നലെ നമ്മൾ കണ്ടു മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെയുള്ള ചർച്ച നടക്കും. ഒരു നല്ല ഡിബേറ്റ് നടക്കണം, അതാണ് ഭരണകക്ഷി ശടിച്ചത്. നല്ല ഡിബേറ്റ് നടത്തുന്ന സിമ്പോസിയം. ഭരിക്കുന്നവരിൽ നിന്ന് കിട്ടേണ്ടത് നടപടിയാണ്.